എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന സോപ്പ് കവർ കൊണ്ട് നമുക്ക് ഒരു അടിപൊളി മിനി ബുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നിങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് യാർലിയുടെ സോപ്പ് കവറാണ്. നിങ്ങൾക്ക് ഏത് സോപ്പിൻ്റെ വേണമെങ്കിലും കവർ എടുക്കാം. സോപ്പിൻ്റെ മാത്രമല്ല, ഈ ഒരു ലുക്ക് നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ടൈപ്പിലുള്ള മറ്റ് കവറുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സോപ്പ് കവർ എടുത്തിട്ട് അതിൻ്റെ നമ്മുടെ മേളത്തെ ഭാഗവും താഴത്തെ ഭാഗവും പിന്നെ അതിൻ്റെ ഒരു വശവും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ബുക്കിൻ്റെ കവർ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധാരണ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കട്ടിയില്ലാത്ത ചെറിയ തുണി വെച്ചിട്ടോ ഒക്കെ നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ ഫോം ഷീറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല ക്യൂട്ടായിട്ടൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ നിന്ന് പിങ്ക് കളറുള്ളൊരു ഫോം ഷീറ്റാണ് എടുക്കുന്നത്. എന്നിട്ട് അത് വെച്ചിട്ട് ഞാനിങ്ങനെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഞാൻ പശ വെച്ച് തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഫോം ഷീറ്റ് വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി കട്ടിയായിട്ടുള്ള വേറൊരു പേപ്പർ വെച്ചിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ തുണി വെച്ചിട്ടോ ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അളവ് വെച്ചിട്ട് നമ്മൾ സാധാരണ നോട്ട്ബുക്കിന് കുറച്ച് പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ അളവ് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അളവെന്ന് പറയുമ്പം നമ്മൾ ഈ കവർ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ഒരളവുണ്ടല്ലോ, ഈ സോപ്പ് കവറിൻ്റെ അളവുണ്ടല്ലോ, ആ അളവിനെക്കാട്ടിലും കുറച്ചും കൂടി ചെറുതായിട്ട് വേണം നമ്മൾ പേപ്പർ കട്ട് ചെയ്തെടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കവറിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ വരും. അപ്പം അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി സൈസ് കുറച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിങ്ങനെ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇതിൻ്റെ നടുക്കത്തെ ഭാഗത്തേക്ക് ഞാൻ ഈ ഒരു പേപ്പർ ഒന്നിച്ച് പിടിച്ചിട്ട് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനെടുത്ത ആ യാർലി കവറിന് കുറച്ചൊരു വീതി കൂടുതലായതുകൊണ്ട് തന്നെ ഞാനെടുത്ത പേപ്പർ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും അതിൻ്റെ ബാക്കി മിച്ചം വന്ന പോർഷനിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ റിബൺ പോലത്തെ അമ്മ തയ്ക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ റിബൺ പോലത്തെ ഒരു പീസ് കിട്ടി. അപ്പോൾ ആ പീസും കൂടെ ബോർഡർ പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ റിബൺ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോം ഷീറ്റ് ആണെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് പേപ്പറോ ഏതെങ്കിലും ടൈപ്പ് ഒരു കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ടൈപ്പ് ഒരു കളർ വെച്ചിട്ട് അത് നിങ്ങൾക്ക് ചെറിയ ബോർഡർ പോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ റിബണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എന്തെങ്കിലും ചെറിയൊരു ഷേപ്പ്, ഇപ്പം ഞാനിവിടെ ലവ് ഷേപ്പാണ് ഫോം ഷീറ്റ് വെച്ച് തന്നെ വൈറ്റ് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയും കൂടെ ഒട്ടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഒരു അടിപൊളി ഒരു മിനി ബുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കൂട്ടുകാരൊക്കെ ബർത്ത്ഡേ വരുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് തന്നെ പേഴ്സണലായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ മിനി ബുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടി. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ കൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.